അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മളെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു സമയമാകുമ്പോഴേക്കും പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വന്നത് തന്നെ ആയിരിക്കും അല്ലേ? ലക്ഷ്യത്തിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു വാശിപ്പുറത്തായിരിക്കും. ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിൽ വന്നാലും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് പഠിച്ചോൻ തരട്ടെ, ഏറ്റവും മികച്ചത് അല്ലേ? അപ്പോൾ നമ്മളെ ലൈഫിൽ എപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരു ഏണിങ്സ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം നമ്മൾ പറയും നമ്മളതെങ്കിലും ഒന്ന് കീറിയത് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വന്നവരുണ്ടാവും ഇതിൽ. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മളൊരു കാഴ്ചപ്പാട് അതിനായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മക്കൾക്കൊന്ന് ചെയ്ത് നോക്കണം തോന്നും. പിന്നെ മക്കളൊക്കെ അതിട്ട് പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും നമ്മളടുത്ത്, നീ ചെയ്തതാണോ എന്ന്. അപ്പോൾ നമുക്കുണ്ടാവും ഒരു ചെറിയ അഹങ്കാരം അല്ലേ, നന്നായി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലപ്പോൾ നമ്മൾ കയറി കൂടുന്നൊരു സംഭവമാണ് ഇതുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് എത്തട്ടങ്ങൾ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഇന്നെ തിരഞ്ഞു വരുന്ന ഒരാളായാലും, ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇന്നെ തിരഞ്ഞു വരികയാണല്ലോ, ഇപ്പോൾ ഓൺലൈനിൽ പഠിക്കുന്ന ഒരാളായാലും ഞാൻ ആഗ്രഹിക്കുന്നത് അവർ ഏറ്റവും മികച്ചതിലേക്ക് എത്തട്ടെ, അവർക്കൊരു വരുമാനം ആവട്ടെ. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 10 ദിവസം കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ അതിൽ പൂർണ്ണത വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പൂർത്തീകരണം നിങ്ങളെ കയ്യിൽ നിന്ന് വരണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണം. ടീച്ചർ തന്നു വിചാരിച്ച് ഒരിക്കലും അത് ഓക്കെ ആവില്ല. പക്ഷെ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ഓക്കെ ആവും. അതാണ് അപ്പോൾ നമ്മൾ തരുന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഇതിൽ ഇരിക്കുന്ന ആളുകൾക്ക് പല ചിന്താഗതി ഉണ്ടാവും, സ്വയലുണ്ടാവും, എൻ്റെ മക്കൾ, കുട്ടികൾ, പ്രശ്നം, പുതിയാപ്ലാസ് അല്ലേ, ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടി, ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സമയം നിങ്ങൾക്കുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് കുറേ വിഷമം ഉണ്ടായിട്ട് വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷമത്തിന് നിങ്ങൾ ടെൻഷൻ അടിച്ച് വിഷമത്തിനൊരു പരിഹാരമല്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ വിഷമത്തിനൊരു പരിഹാരം ഉണ്ടാവും. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണോ അതിൽ നിന്നൊരു മോചനം, എനിക്ക് അത് വേണ്ട, എനിക്കൊരു നല്ല ലൈഫ് വേണം, എനിക്കൊരു സമാധാനം വേണം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്തുനിന്ന് മുതൽ നമ്മുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടാവും. നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ അങ്ങനെയാണല്ലോ, എനിക്ക് പ്രശ്നമാണല്ലോ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലോ, എനിക്കൊന്നിനും കഴിയില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കഴിയാത്ത ഒരാളായി മാറും. നമ്മളെപ്പോഴും എന്താ ചിന്തിക്കേണ്ടി, എനിക്ക് കഴിയും. നമുക്ക് കഴിയുന്ന എവിടെ നമ്മൾ ചിന്തിക്കണം അവിടെ മുതൽ നമ്മളെ ടേണിംഗ് പോയിന്റ് തുടങ്ങുകയാണ്. നമുക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥലം മുതൽ നമ്മൾ പരാജിതരാണ്. അതാരും കുറ്റപ്പെടുത്താനുള്ളതൊന്നുമല്ല, നമുക്കുള്ള ശിക്ഷ തന്നെയാണ്. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, ഞാൻ തന്നെയാണ് എൻ്റെ പരാജിത, ഞാൻ സ്വയം എന്നെ പരാജയപ്പെടുത്തുകയാണെന്ന് ചിന്തിക്കണോടെ മുതൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. സൺഡേ പോലും ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ 10 ദിവസം തരുള്ളൂ. 10 ദിവസത്തിൽ കൂടുതൽ തരിക എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ല. ആ 10 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ അത്ര ഉറപ്പിച്ച് പറയണം. എന്താ വെച്ചാൽ കഴിഞ്ഞ എല്ലാ ബാച്ചിലുള്ള അവരുടെ ഫീഡ്ബാക്ക്, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാച്ച് വരുമ്പോൾ നമ്മൾ എത്രത്തോളം അതിൽ ഓക്കെ ആവും നമുക്കറിയില്ലായിരുന്നു. പഠിപ്പിക്കുന്നുള്ള കാര്യം നമ്മൾ ഷുവറാണ്. അവർ പഠിച്ചെടുക്കുന്നുള്ള കാര്യം അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, മിസ്സേ ഞങ്ങൾ 5 ദിവസം കൊണ്ട് തന്നെ ഒന്നും അറിയാത്ത, ഞങ്ങൾ ചവിട്ടാൻ അറിയാത്ത ഞങ്ങൾ ഇങ്ങനെ ആയി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇതൊരു 10 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നു. പക്ഷെ അതിലൊക്കെ ഇതെന്താണെന്ന് വെച്ചാൽ അവരും കൂടെ പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഞാനൊരിക്കലും എൻ്റെ കഴിവുകൊണ്ട് ഞാൻ വളർന്നിട്ടില്ല. എൻ്റെ സ്റ്റുഡൻറ്റ് വളർന്നപ്പോൾ അവർ പരിശ്രമിച്ചപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇത് നമുക്ക് പഠിച്ചോൻ തന്നത്. അല്ല നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാനും നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കാനും തയ്യാറായാൽ ആ സമയം മുതൽ നിങ്ങളെ പിന്നെ എന്താ പറയുക, ഓരോ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ അതിലെന്തായാലും ഉണ്ടാവും. അപ്പം നമ്മളൊരു ചുരിദാർ അടിച്ചിട്ടാൽ ഇപ്പം ഇന്ന് മുതൽ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരാളെ പാൻറ്റിന് എന്താ അതിനൊരു അത് അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവരെ തെറ്റി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണത് എവിടെയാണ്? നമ്മളെ പഠനത്തിലൂടെയാണ് അല്ലേ? അപ്പോൾ അതേപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണതുകൊണ്ടാണ്. ആ ചിന്ത കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിച്ചാലോ മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അപ്പോൾ അങ്ങനെ മാറട്ടെ. നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതിൽ ഏറ്റവും മികച്ചത് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേക്കും നിങ്ങളെ സ്വന്തം അളവിലും മറ്റൊരാൾക്ക് ഇപ്പോൾ കസ്റ്റമൈസേഷനാണ് നമ്മൾ ആഗ്രഹിക്കണേനെ. എന്നെ കാണാൻ വരുന്ന ഇനിയിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം എല്ലാവരും ഞാൻ അതിന് പ്രാപ്തരാക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കണം. അവരിലേക്ക് ഒതുങ്ങരുത്. ഒരാളും വളർന്നിട്ടുണ്ടാവുക പിന്നെ ഒരു പരിശ്രമത്തിലൂടെ വളർന്നിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്നൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടാവും. വളരെയധികം കഷ്ടപ്പെട്ട് അതിനു വേണ്ടി പരിശ്രമിച്ച് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉറങ്ങാതെ കാണുന്ന സ്വപ്നം പോലെ തന്നെയാണ് ഉറങ്ങാതെ പണിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ പണിയെടുക്കണം എന്നല്ല. ഞാനൊരു പക്ഷെ വളർന്നിട്ടുണ്ടാവുക എനിക്ക് എൻ്റെ സ്ഥാപനത്തെ വളർത്തുക എന്നുള്ള ഒരൊറ്റ നിയത്തോണ്ടാണ്. ഞാൻ ഈ കുടുംബശ്രീ സംരംഭം എന്നുള്ള ഒരു ലേബലിൽ വരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഐഡൻറ്റിറ്റി അത്ര എനിക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഞാൻ കൊടുക്കുന്ന ക്ലാസ് അതൊരു സത്യസന്ധമായ ക്ലാസ്സാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം നിലവിലുണ്ട്. അപ്പോൾ ഇതിന് ഒരു ഐഡൻറ്റിറ്റി വേണ്ട. ഞാനിങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുമെന്ന് പറയുന്നത് വിചാരിച്ചിട്ട് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടോളുന്നത്. അപ്പോൾ ബോധ്യപ്പെടുത്താനുള്ള എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണിത്. കാരണം ഈ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അത് കേൾക്കാനും ആൾക്കാർ തയ്യാറാവും. ഒരു ഐഡൻറ്റിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര തന്നെ അതൊരു ഇൻട്രസ്റ്റ് ആവില്ല. എൻ്റെ അടുത്ത് കുറേ പേര് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മാഡത്തിന് ഒരു ഐഡൻറ്റിറ്റി ഇല്ലല്ലോ. ഞാൻ ഷോപ്പ് ഇടാത്ത സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് നടത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഐഡൻറ്റിറ്റിയാണ് ചോദിച്ചത്, നിങ്ങളെ സ്ഥാപനം എവിടെയെന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് എനിക്കൊരു സ്ഥാപനം വേണമെന്നും പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു അറിവാണ്.
അപ്പോൾ എവിടെ നിന്ന് കിട്ടണതും നമുക്കൊരു അറിവായിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം. ഒരാളിപ്പോൾ നമ്മളോട് ചിലപ്പോൾ ഒരു നെഗറ്റീവ് പറയും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് പറയിച്ചു കുറേ കാലമായില്ല തയ്യൽ പഠിക്കണം, ഇനി ഇതിന് പോവുകയാണോ അല്ലേ, എൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ഞാൻ കൊടുത്തോളാം, അങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷെ അപ്പോൾ അത് നമുക്കൊരു അറിവാണ്. എന്താ വെച്ചാൽ നമ്മൾ കുറേ ആയി ഇതിന് വേണ്ടി ട്രൈ ചെയ്യണം, ഇനിയെങ്കിലും നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളൊരു അറിവ്. അത് ഭർത്താവിൻ്റെ മോശം കൊണ്ട് പറയല്ല, അവർ ശരിക്കും അതിൻ്റെ സത്യസന്ധമായ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അത് നെഗറ്റീവായി തോന്നിയതാണ്. അപ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കണം. അല്ലേ അതെ. അപ്പം ഇത് പഠിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ചിലർ പറയും എന്നെ കൊണ്ട് അതിന് കഴിയില്ല, അങ്ങനെ പറയും. ഇത് എനിക്ക് പറഞ്ഞ പണിയല്ല. അവിടെ മുതലാണ് അവർ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് അതിനു വേണ്ടി പരിശ്രമിക്കണം എന്ന്. അപ്പോൾ എന്തൊക്കെ ആരൊക്കെ പറയാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ പോസിറ്റീവ് ആക്കി മാറ്റണം. പറഞ്ഞോട്ടെ, നമ്മളിതിന് പ്രതികരിക്കാൻ പോണേ. നമ്മൾ പ്രതികരണത്തിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിങ്ങനെ സ്റ്റാൻഡായി നിൽക്കാൻ കഴിയണം. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അപ്പം മുതൽ അവർ ഇവരെ നമ്മൾ പിടിച്ചു കൊടുത്ത് കിട്ടുന്ന ആളല്ല, അവരെ വഴിക്ക് ജീവിക്കാൻ പഠിച്ച ആളാണ്, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, എല്ലാ തൊഴിലിനെ പോലെ ഈ തൊഴിലിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മളെ ക്ലാസ്സിൽ ഒരുപാട് ഏതൊക്കെ പ്രൊഫഷനിലുള്ള ആൾക്കാരുണ്ട്, ഡോക്ടർ ആയാലും ഏതൊക്കെ മേഖലയിലുള്ള ആളുകളുണ്ടെന്ന് എത്രങ്ങാനുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളതെങ്കിലും ചെയ്യണം. പിന്നെ എൻ്റെ അടുത്ത് പറയും, മിസ്സേ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ചെയ്യാൻ തുടങ്ങി, ഞാനിപ്പോൾ വരുമാനം വാങ്ങാൻ തുടങ്ങി. ഒരു ലേഡിൻ്റെ അടുത്ത് പറഞ്ഞതേ ഹസ്ബൻഡിന് സുഖമല്ല, ഓക്സിജനൊക്കെ വേണം, അതൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ജീവിക്കാൻ ഏറ്റവും ആവശ്യമായതാണ് ഓക്സിജൻ അല്ലേ, അതുപോലും അവർക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലാണെങ്കിൽ അതിന് പോലും ഈ ജോലി എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വിളിക്കും, രാത്രിയൊക്കെ വിളിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറയും നിങ്ങളെ ടൈം പോകുമോ എനിക്ക് പേടിയായിട്ടാണ് ഈ സമയത്ത് വിളിക്കും, നിങ്ങളെ ശബ്ദം കേട്ടാൽ സന്തോഷമാവുള്ളൂ, ഇത് നിങ്ങൾ പിന്നെ എന്തായാലും എങ്ങനെ നന്ദി പറയണം അറിയില്ല. അപ്പം നമ്മളെ കഴിവൊന്നുമല്ല, അള്ളാഹു അവർക്ക് അങ്ങനെ കണക്കാക്കി അതൊരു നിമിത്തമായി അവരൊന്ന് സ്വന്തമായിട്ട് ഷോപ്പിട്ട് അവരെ കാര്യങ്ങൾ കഴിയണം, അവരെ ഹസ്ബൻഡിനെ നോക്കണേ. അപ്പോൾ അതിലേക്കൊക്കെ എത്താമാത്രം ഇതിന് ഈ സ്റ്റിച്ചിങ്ങിന് അത്രമാത്രം ഇല്ല പ്രാധാന്യമുണ്ട്. നമ്മളെ വീട്ടിലിരുന്ന് ചെയ്യാം, പുറത്ത് പോയി ചെയ്യാം, നമ്മളെ മക്കളെ നോക്കാം, നമ്മളെ ടൈം എപ്പോഴാണോ ആ സമയത്ത് നമുക്ക് ആ ജോലിയിൽ ഏർപ്പെടാം. അപ്പോൾ നമ്മൾ ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി നമുക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും നിങ്ങളെ ജീവിതത്തിൽ തന്നെ ഇതൊരു മാറ്റം കൊണ്ടുവരും. ഏറ്റവും മികച്ചത് പഠിച്ചോൻ തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് തുടങ്ങുകയാണേ. അപ്പോൾ എന്തൊക്കെ വേണമെന്നറിയോ, ക്ലാസ്സിൽ സ്കെയിലാണ് ആദ്യം നമ്മൾ നോക്കുക കേട്ടോ. ഇതേപോലുള്ളൊരു സ്കെയിലായാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒരെണ്ണം വാങ്ങിയാൽ മതി. ഇതാണ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് 2 എണ്ണം വാങ്ങേണ്ടി വരും, കാരണം ഇത് കുറച്ച് കർവാണ് കേട്ടോ. അപ്പോൾ സ്ട്രൈറ്റ് ആയൊരു പീസ് വേണമെങ്കിൽ 2 എണ്ണം വാങ്ങേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ നിന്ന് തുടങ്ങിയാൽ മതി, ഇത് മതി. ഇത് ബട്ടൺ ഹൗസിൽ നിന്ന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 2 സൈഡും. ഇതൊക്കെ ഒരു ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്കെയിലിൻ്റെ കാര്യം. പിന്നെ ടാപ്പ്. ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ടാപ്പ് 1.5 മീറ്ററാണ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അറിയാത്തവരുണ്ടോ, ടാപ്പിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് 1.5 മീറ്ററാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ച് ബേസിലാണ് പഠിക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് 2 ഇഞ്ച് അങ്ങനെ 39 ഇഞ്ചാണ് ഒരു മീറ്റർ. നമ്മൾ സൗകര്യപ്രദമായിട്ട് 40 ഇഞ്ച് ഒരു മീറ്റർ എന്ന് പഠിക്കുകയാണ് കേട്ടോ. ശരിക്കും കറക്റ്റ് 39ആണ്. നമ്മൾ തുണി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു 40 ഇഞ്ച് ഉണ്ടെങ്കിൽ തികയാതെ വരുന്നത്. ശരിക്കും ഒരു മീറ്റർ 39ആണ് കേട്ടോ. അവരത്ര തന്നെ ശരിക്കും കട്ട് ചെയ്ത് തരുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് തരില്ല. പക്ഷെ നമ്മളിതിങ്ങനെ കാൽക്കുലേഷൻ സൗകര്യത്തിന് 40 എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓക്കെ. പിന്നെ ഈ ടാപ്പിൽ തന്നെ 2 പോയിൻ്റ് വരുമ്പോൾ 1/4, 4 പോയിൻ്റ് വരുമ്പോൾ 1/2, 6 പോയിൻ്റ് വരുമ്പോൾ 3/4, പിന്നെ 1. അപ്പോൾ ടാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരും ഓക്കെ. പിന്നെ നമ്മളിങ്ങനെ ഹാം ഹോളിനൊക്കെ കെർവ് ചെയ്യണ ഒരു സ്കെയിലാണ്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ്. ഇത് വാങ്ങൽ മസ്റ്റാണ്, ഇത് വേണ്ടാന്ന് ഉദ്ദേശിക്കരുത്. കാരണം ഇപ്പം നമുക്ക് സ്ലീവ് ഷേപ്പ് ചെയ്യാനും എല്ലാ കാര്യത്തിനും അത് നല്ല നെക്ക് എന്ത് ഡിസൈനിലേക്ക് മാറാനൊക്കെ ഈ ഒരു സാധനം നിങ്ങൾക്ക് പ്രയോജനപ്രദമാവും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇതില്ലേ സ്റ്റിച്ചൊക്കെ പൊട്ടിക്കാൻ കണ്ടോ, ഞങ്ങളിതിന് മണിക്കുട്ടി എന്നാണ് പറയൽ. അപ്പോൾ ഇതൊന്ന് വേണം എപ്പോഴായാലും, തുണിനെ വലിച്ചു കയറാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പാകത്തിന് ഇതിന് വേണ്ട നല്ല ക്ഷമയാണ് കേട്ടോ. ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമുക്ക് ക്ഷമയില്ലാതെ പോയാൽ ഈ സംഭവം അത്ര തന്നെ അങ്ങോട്ട് വിചാരിച്ച പോലെ ആവില്ല. ഇപ്പം എല്ലാം ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി. പിന്നെ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 40നെ 4 ആക്കുക, ഹരിക്കാനൊക്കെ പ്രയാസം. ചില ആളുകളൊക്കെ പറയും എനിക്ക് കണക്ക് ഭയങ്കര പാടാണ് ടീച്ചറെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 40നെ 4 ആക്കുക എന്ന് പറയുമ്പം ഈ 1 to 40 വരെ ടാപ്പ് എടുക്കുക കണ്ടോ. 1 to 40 വരെ ടാപ്പ് എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. അപ്പോൾ 2 ആയില്ലേ, ഇങ്ങനെ മടക്കുക കണ്ടോ. അപ്പോൾ 4 ആയി. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുക. അപ്പോൾ കണ്ടോ 10 കറക്റ്റ് വന്നത് മടക്കിൽ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എത്ര ആയിട്ടാണോ നമ്മോട് വീതിക്കാൻ പറഞ്ഞത് അത്ര നമുക്ക് ടാപ്പിനെ ഡിവൈഡ് ചെയ്യാം. മൊത്തം ടാപ്പിനല്ല, നമ്മളെ അളവ് എത്രയാണോ അതിലേക്ക് 1 മടക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. മൊബൈൽ ചെയ്താൽ തന്നെ ഈസിയാണ്. ഇന്ന് എല്ലാ മാർഗ്ഗങ്ങളും നിങ്ങളെ മുന്നിലുണ്ട്. നിങ്ങൾ ഹയറാണെന്നാണ് ഞാൻ പറയുള്ളൂ. ഞാനൊരു സ്റ്റിച്ചിങ് ഒന്ന് പിന്നെ വശാക്കാൻ വേണ്ടിപ്പെട്ട പാട് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ സിമ്പിളായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനത് ഉറക്കം മുളച്ചിരുന്നിട്ട്
പിന്നെ അതിനെക്കുറിച്ച് പഠിച്ച് എൻ്റെ ചെറിയ മോന് 3 മാസം പ്രായമാകുമ്പോഴാണ് ഞാൻ ഈ സ്റ്റിച്ചിങ്ങൊക്കെ വരുന്നത് തന്നെ. എനിക്കിങ്ങനെ ഒരു താല്പര്യം, ഒരു ഇഷ്ടം തോന്നിയ ഒരു സമയം എനിക്ക് അതായിരുന്നു. അതാണ് നമുക്ക് എപ്പോഴാണോ ഒരു സമയം, ഒരു ബൾബ് കത്തുന്നത് അപ്പം മുതൽ കത്തിച്ചു തുടങ്ങണോ. അപ്പം എൻ്റെ കുട്ടിയുണ്ട്, പാലുടിക്കണ കുട്ടിയുണ്ട്, ഞാൻ ഈ നമ്മളപ്പോൾ റെസ്റ്റ് എടുക്കണം എന്നല്ല. കാരണം ആ ഒരു ഭ്രമണ്ടല്ലോ, അതിനോടുള്ള ഒരു ആവേശം, ആ ആവേശം അന്ന് എനിക്ക് കൂടുതൽ പഠിക്കണം, കൂടുതൽ ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നിയപ്പോഴാണ് നിങ്ങളെ മുന്നിൽ ക്ലാസ് എടുക്കാനുള്ള ഒരു ഇതിലേക്ക് ഞാൻ എത്തിയത്. അപ്പം അതാണ് പരിശ്രമം എന്ന് പറയുന്നത്. അത്രയും നമ്മൾ മെനക്കെട്ടാലേ നമുക്ക് കിട്ടും. കിട്ടാത്ത ഒന്നും പോവില്ല, എവിടെയും ഒന്നും മിസ്സായിട്ടില്ല ആർക്കും. വിജയിച്ചവരൊക്കെ പരിശ്രമിച്ചവരാണ്, പരിശ്രമിച്ചവർക്കൊക്കെ മിസ്സായിട്ടുമില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പം ഇന്ന് പാൻറ്റിൻ്റെ ക്ലാസ്സാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ പാൻറ്റിന് നമുക്ക് എത്ര അളവാന്ന് വെച്ചാൽ ലെങ്ത്ത് ഉണ്ട്. ഒരു ബോഡിയിൽ നിന്ന് അളവെടുക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ്. 1 ലെങ്ത്ത്, 2 ഹിപ്പ് ലൂസ്, 3 നമ്മളെ ഇലാസ്റ്റിക്കിൻ്റെ അളവ്. അത് 3 നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കേണ്ടതാണ്. പിന്നെ 2 അളവുകളുണ്ട്. ഒന്ന് ബോട്ടം ലൂസും പിന്നെ ക്രോച്ച് ലെങ്ത്ത് പറഞ്ഞാൽ മൂടളവ് അങ്ങനെയൊക്കെ പറയില്ല. നിങ്ങൾ എന്താണോ ഷേപ്പ് ലെങ്ത്ത് എന്തും പറയാം. ആ അളവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. നിലവിലുള്ള അളവിൽ നിന്ന് നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്ത് കണ്ടെത്തുക കേട്ടോ. അപ്പോൾ 3 അളവുകളാണ് ഒരു വ്യക്തിൻ്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ആ ബോഡിയിൽ അളവ് എടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ലെങ്ത്ത് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ പൊക്കിളിൻ്റെ 1 ഇഞ്ച് മേലെ ടാപ്പ് ഇങ്ങനെ പിടിക്കണം. പൊക്കിളിൻ്റെ 1 ഇഞ്ച് മേലെ ടാപ്പ് പിടിച്ചിട്ട് പിന്നെ താഴെ നിലത്ത് തട്ടണം സംഭവം ഉണ്ടോ. എന്നിട്ട് നിങ്ങൾ നിവർന്ന് നിൽക്കണം. നമ്മളെ അളവെടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ നിവർന്ന് നിൽക്കാതെക്കരുത്. കാരണം ഇപ്പോൾ കസ്റ്റമർ ആയാലും അവരെ നിവർന്ന് നിൽക്കുക. ഇങ്ങനെ നോക്കും, അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കും കണ്ടോ. അപ്പോൾ ലെങ്ത്ത് കുറഞ്ഞു പോകും. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 38 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇപ്പോൾ എങ്ങനെ കിട്ടി? പൊക്കിളിന്ന് 1 ഇഞ്ച് മേലെ പിടിച്ചു, താഴെ നിലത്ത് തട്ടണ വരെയുള്ള അളവാണ് ആൾ നിവർന്ന് നിന്നിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ അളവ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹിപ്പ് ലൂസാണ് കേട്ടോ. അപ്പോൾ ഹിപ്പ് ലൂസ് എടുക്കാൻ ഇവിടുന്ന് പൊക്കിളിന്ന് ഒരു 2 ഇഞ്ച് താഴെ ഓക്കെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഈ ഒരു ലൂസ്, ഈ ഒരു ടൈറ്റും, ഈ ഒരു ഫിംഗർ ഇട്ട് ഇങ്ങനെ കറക്കാൻ പറ്റണം ടാപ്പിന് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലല്ലോ ഈ 2 കാര്യത്തിനും? 2 ഇഞ്ച് താഴെ കേട്ടോ. നോട്ട് എഴുതാൻ സമയം തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫിംഗറിൽ എൻ്റെ ലൂസിൽ ഈ ഒരു ടൈറ്റിൽ ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ 39 ഇഞ്ചാണ് എനിക്ക് കിട്ടിയ അളവ് കേട്ടോ. പിന്നെ എൻ്റെ ഷേപ്പ് റൗണ്ടാണ്. ഷേപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ വണ്ണം കുറഞ്ഞ ഭാഗം, നമ്മൾ ബെസ്റ്റ് അളവിൻ്റെ താഴെയായിട്ട് വണ്ണം കുറഞ്ഞ ഭാഗമാണ് നമ്മൾ എടുക്കുക. അത് ഇലാസ്റ്റിക് ഇടാനുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ആ അളവ് ഇതേപോലെ ഈ ഒരു ടൈറ്റിൽ കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഫിംഗറിൻ്റെ ടൈറ്റും ആവണം, ഇങ്ങനെ കറങ്ങും വേണം. ടാപ്പ് ഇങ്ങനെ എന്തായാലും കറങ്ങിയിരിക്കണം. കറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ കുഴപ്പം ടൈറ്റായി പോകും കേട്ടോ. ഇങ്ങനെ കറങ്ങണം ടാപ്പ് കണ്ടോ. അപ്പോൾ 35 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 3 അളവ് നമ്മൾ ബോഡിയിൽ എടുത്തില്ലേ. അപ്പോൾ എങ്ങനെ എടുത്തു എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംശയമില്ല. അത് നിങ്ങളെടുക്കുകയാണെങ്കിലും നിങ്ങൾ കസ്റ്റമർ എടുക്കുകയാണെങ്കിലും അതേപോലെ എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ 1 ലെങ്ത്ത്, 2 ഹിപ്പ് ലൂസ്, 3 ഇലാസ്റ്റിക് അല്ലേ. അങ്ങനെ 3 അളവുകൾ നമ്മളെടുത്ത്. ലെങ്ത്ത് എടുത്ത് 38. ഓക്കെ. ഹിപ്പ് ലൂസ് എത്ര? 39. ഇലാസ്റ്റിക് നമ്മൾ 35. ഇനി 4ഉം 5ഉം അളവുകൾ നമ്മൾ കണ്ടെത്തണം കേട്ടോ. 4ാമത്തെ അളവ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് കേട്ടോ. ക്രോച്ച് ലെങ്ത്ത് അത് ഷേപ്പ് ലെങ്ത്ത് എന്തും ആവാട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവാണ്. അപ്പോൾ അത് ഞാൻ ഈ 38 താഴോട്ട് ഇടുകയാണ് കേട്ടോ. ഓക്കെ. പിന്നെ ബോട്ടം ലൂസാണ് 5. അപ്പോൾ ഒരു പാൻറ്റിന് 5 അളവുണ്ട്. പക്ഷെ നമ്മൾ എത്ര അളവ് എടുക്കുന്നുണ്ട്? 3 അളവ് കേട്ടോ. ഇത് നമുക്ക് 5, 6, 7, 8 ഈ ഏതളവും നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യാം. ഇത് നമ്മളെ പ്രായം അനുസരിച്ചാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ 5, അതിൻ്റെ മേലെ 6, ടീനേജ് 7, നമുക്ക് 8 അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 8 ആണ് കേട്ടോ. ഓക്കെ. ആയില്ല, ഞാൻ എഴുതാനുള്ള സമയം നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല. ഇനി നമ്മൾ ഇതാ ലെങ്ത്ത് 38 പ്ലസ് 4. ഏതൊരു വ്യക്തിൻ്റെ അളവിലേക്കും 4 ഇഞ്ച് കൂട്ടിയാലാണ് ആ പാൻറ്റ് കറക്റ്റ് ലെങ്ത്ത് കിട്ടുക. ഏതാണ് അളവിലേക്കും 4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ നമ്മൾ 4 ഇത് കോമൺ ആണ്. ഇത് നമ്മൾ റൗണ്ട് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു, ലെങ്ത്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ 42. പിന്നെ ഹിപ്പ് ലൂസ് 39 പ്ലസ് 10. ഇതൊരു നോർമൽ പാൻറ്റാണ്, അതുകൊണ്ടാണ് 10 ഇഞ്ച് ലൂസ് നമ്മൾ കൂട്ടണത്, ആഡ് ചെയ്യണത്. ഇതൊരു സ്ട്രൈറ്റ് പാൻ്റ് ഒന്നും ആണ്, പാട്യാല അങ്ങനെയൊന്നും ആണെങ്കിൽ അത്ര വരില്ല.
ഓരോ പാൻറ്റിനും ഓരോ മെത്തേഡാണ്. അപ്പോൾ നോർമൽ പാൻറ്റുമെന്നാണ് നമ്മളെ തുടക്കം. അപ്പോൾ നോർമൽ പാൻറ്റിന് നമ്മൾ 10 ഇഞ്ച് ആഡ് ചെയ്യണം ലൂസ്. അപ്പോൾ 39 + 10 49. 49നെ നമ്മൾ 4 കൊണ്ട് അരിക്കുകയാണ്. 4 കൊണ്ട് അരിക്കാൻ കാരണം എന്താ പറയൂ? തുണി 4 മടക്കണതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 12.4 ഓക്കെ. 12.4 അതിൻ്റെ വിടുത്ത് കിട്ടി. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് ആണ് 35. 35ൽ നിന്ന് നമ്മൾ 3നെ മൈനസ് ചെയ്യാം. ഏതൊരു വ്യക്തിൻ്റെ അളവ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൽ നിന്ന് 3 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ അളവ് കിട്ടുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ ഈ അളവുകൾക്കൊന്നും ഒരു മാറ്റമില്ല, ഇത് കോമൺ ആണ്. പക്ഷേ സ്വാഭാവികമായിട്ടും വ്യക്തികൾ അളവുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വ്യക്തികൾക്കാണ് മാറ്റം. നമുക്ക് ഈ ഇത് കോമണായ അളവിന് ഒരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 3 മൈനസ് ചെയ്തപ്പോൾ 32 ഇഞ്ച് ഇലാസ്റ്റിക് ഓക്കെ. പിന്നെ നമ്മൾ ക്രോച്ച് ലെങ്ത് കാണാൻ 38 + 5 കൂട്ടുന്നത് 5. അപ്പോൾ എത്ര? 43. 43നെ നമ്മൾ 3 കൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. 3 കൊണ്ട് അരിക്കുമ്പോൾ 14.5 പ്ലസ് ഇതിലേക്ക് മാത്രമേ നമ്മൾ തുമ്പ് സെപ്പറേറ്റ് ആഡ് ചെയ്യണുള്ളൂ. അല്ലാതെ ഒന്നിലേക്കും നമ്മൾ തുമ്പ് സെപ്പറേറ്റ് ആഡ് ചെയ്യില്ല, ഒക്കെ അതിലുണ്ട്. ഇതിന് മാത്രം നമ്മൾ കൊടുക്കണം. അപ്പോൾ 1 ഇഞ്ച് ആഡ് ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. 3 കൊണ്ട് അരിക്കലോ മസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ 8 ഇഞ്ച് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ലെങ്ത്ത് എടുത്തു, ഹിപ്പ് ലൂസ് എടുത്തു, ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് റൗണ്ട് എടുത്തു, ക്രോച്ച് ലെങ്ത്ത് എടുത്തു. ക്രോച്ച് ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ലെങ്ത്തിനെ താഴോട്ട് ഇട്ടു ഓക്കെ. പിന്നെ ബോട്ടം ലൂസ് നമ്മൾ സെലക്ട് ചെയ്തു. ഇത്ര കാര്യങ്ങളിലേക്ക് നമ്മൾ അതിൻ്റെ ഒക്കെ മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്കൊരു പാൻറ്റിലേക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള, നമ്മളെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് വിചാരിച്ച് അത് പാൻറ്റിലേക്ക് തുണിയിലേക്ക് ചെയ്താൽ പാൻ്റ് ആവില്ല, അത് നമുക്ക് ഉപയോഗിക്കാനും കഴിയില്ല. അപ്പോൾ അതിലേക്ക് ഇത്ര ലൂസുകൾ ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു സംഖ്യ, അതൊരു കൃത്യമായ സംഖ്യ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പാൻറ്റായി മാറാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ എവിടം വരെ ചെയ്തു? ലെങ്ത്ത്, ഹിപ്പ് ലൂസ്, ഇലാസ്റ്റിക്, ക്രോച്ച് ലെങ്ത്ത്, ബോട്ടം ലൂസ്. അപ്പോൾ ഇതൊരു നോർമൽ ഏതൊരു വ്യക്തിക്കും ക്രോച്ച് ലെങ്ത്ത് കാണാനുള്ള മാർഗ്ഗമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൈറ്റ് കുറഞ്ഞൊരു വ്യക്തി പക്ഷെ നല്ല ഹിപ്പ് ലൂസ് ഉണ്ട്, അങ്ങനെ വരുന്ന ഒരാൾക്ക് ഇത് ഓക്കെ ആവില്ല. മനസ്സിലായോ? ഈ ഒരളവ് ഓക്കെ ആവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ ഈ അളവ് ഇത് 12.4. ഈ അളവ് ആ വ്യക്തിക്ക് ചിലപ്പോൾ 15 ഉണ്ടാവും, ചിലപ്പോൾ 16 ഉണ്ടാവും, ചിലപ്പോൾ 14 ഉണ്ടാവും. കാരണം അവർക്ക് ഹിപ്പ് കൂടുതലാണ്, പക്ഷെ അവർ ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഹൈറ്റിൽ നിന്ന് നമുക്ക് അവരെ ക്രോച്ച് ലെങ്ത്ത് കാണാൻ കഴിയില്ല, ടൈറ്റായി പോവും. ഹിപ്പ് കൂടുതലുണ്ടെങ്കിൽ ആൾ ഹൈറ്റ് കുറഞ്ഞാൽ നീളം കുറഞ്ഞില്ലേ? അപ്പോൾ ഈ കാൽക്കുലേഷൻ കുറഞ്ഞു പോയില്ലേ? ഈ 14 ഉള്ളത് 12 ആയ ആൾക്ക് കൊള്ളുമോ? അവർക്ക് ഹിപ്പ് 14 ഉണ്ട്, 15 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ 12.4 ഇതിൽ ഞാൻ എക്സാമ്പിൾ ഇവിടെ ഒരു 15 എഴുതാം നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഹിപ്പ് 15 ഉള്ള ഒരാളാണ്. അപ്പോൾ അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണോ? 2 ഇഞ്ച്. അപ്പോൾ ഈ സംഭവം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂല, ഈ ഒരു സംഭവമേ ഇല്ല. ഈ ക്രോച്ച് ലെങ്ത്ത് കാണാൻ അവരെ ഹിപ്പ് + 2 എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഹിപ്പ് + 2 ഇത് ആർക്കുള്ളതാണ്? ഹിപ്പ് കൂടുതലും ഹൈറ്റ് കുറവും വരികയാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള മെത്തേഡ് ഉപയോഗിക്കണം. ഇത് അവരെ ഹിപ്പ് ലൂസാണ്. ഇത് ഹിപ്പ് ലൂസ് ടൈറ്റ് അളവല്ല, ലൂസ് കൂട്ടിയിട്ടുള്ള തുണിയിൽ മാർക്ക് ചെയ്ത അളവിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ക്രോച്ച് കണ്ടാൽ പക്ക കറക്റ്റായിരിക്കും. മനസ്സിലായോ? ഇനി ഇതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒരു മടി വിചാരിക്കേണ്ട, ആവശ്യക്കാർ നിങ്ങളാണ്, ഞാനല്ല. അപ്പോൾ ചോദിക്കാം. ഇനി ടീച്ചർ എന്തോ വിചാരിക്കോ? എനിക്ക് അങ്ങനെ ഒരു വിചാരമില്ല. ഓക്കെ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല ഈ ക്ലാസ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളൊരു വിചാരമാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളെ മനസ്സിൽ ഇനി എന്തൊക്കെ മനസ്സിലുള്ളിൽ ഇനിയിപ്പോൾ എന്തോ അത് റെഡി ആവുമോ, അത് ശരിയാവോ, എന്ത് ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പൊട്ടച്ചോദ്യമാണോ ഞാൻ ചോദിച്ചാൽ അല്ലേ? അങ്ങനെയും ചോദിക്കാം, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തിരുത്തി തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾ നോട്ട് എഴുതട്ടാ എന്ത് കാര്യങ്ങൾ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണത്. ഓ ചോദിച്ചോളൂ. അതന്നെ ഞാൻ പറഞ്ഞത് കോമൺ ആണ്, ഏതൊരു വ്യക്തിക്കും നമ്മൾ കോമൺ ആയിട്ട് കൂട്ടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വട്ടിട്ട് വെച്ചാണ്ട് കേട്ടോ. ഒന്ന് റൗണ്ട് ഇട്ട് വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. 3 കൊണ്ട് അരിക്കുക എന്നുള്ളത് റൗണ്ട് ഇട്ട് വെക്കുക. ഓക്കെ, ഇനി നിങ്ങളെ വിശദമായിട്ട് നിങ്ങളെ ശൈലിയിൽ, ഒരു പക്ഷേ ഞാൻ പറയുന്ന വേർഡ്സുകൾ നിങ്ങൾക്കത് ഓക്കെ ആണോ എന്നറിയില്ല, നിങ്ങളെ ശൈലിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതി വിശദമായിട്ട് എഴുതാം. ഇത് ഇൻ്റെ അളവ് തന്നെ നിങ്ങൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെ ഒരു സംഭവം എടുക്കണ സമയത്ത് ഇതിപ്പോൾ എന്തായിരുന്നു അങ്ങനെ തോന്നരുത്.
ഇതിങ്ങനെയായിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ, അതേപോലെ ആ നോട്ട് നിങ്ങളോട് സംസാരിക്കണം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടാവാൻ പാടില്ല. ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ നമ്മൾ A to Z ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. സ്റ്റിച്ചിങ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഓഫ്ലൈനായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നെക്സ്റ്റ് ബാച്ചിലേക്ക് വരാം. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസേഷനാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് മാത്രമല്ല, മറ്റുള്ളവർക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാനുള്ള ടിപ്സൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് ഉള്ളത്. അതിൻ്റെ പാൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും, കട്ടിങ് പേടിച്ചിരിക്കുന്നവർക്കും, അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്കും ഓഫ്ലൈനായിട്ട് ഇവിടെ വന്ന് പഠിക്കാം. 10 ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. എവിടെ നിന്നായാലും നിങ്ങൾക്ക് വന്ന് പഠിക്കാം കേട്ടോ. രാവിലെ 10 to ഒരു ഉച്ചയ്ക്ക് 2 വരെയാണ് സമയം ഉണ്ടായിരിക്കുക. പിന്നെ ഓൺലൈനായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ക്ലാസ്സാണ്. 500 രൂപക്ക് 6 മാസം വരെ ഫ്രീ ആയി പഠിക്കാം. ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് എല്ലാം പഠിക്കാൻ പറ്റും. കൂടാതെ നമ്മൾ ഈ പ്രാവശ്യം ഓണായിട്ട് പട്ടുപാവാട, ബ്ലൗസ്, ക്രോപ്പ് ടോപ്പ്, സ്ലീവ്ലെസ്, പഫ് സ്ലീവ്, പിന്നെ വീനക്ക്, അങ്ങനെ എല്ലാ മോഡലും അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് ജുബ്ബ അടക്കം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഫ്രീ ക്ലാസ്സും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വീഡിയോ കാണുന്ന എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത്, പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും അതിലേക്ക് എത്താൻ നേരം വൈകി ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നേരം വൈകേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുക. നിങ്ങളുടെ ഒരു സമയം നിങ്ങൾക്കായിട്ട് വിനിയോഗിക്കുമ്പോൾ നിങ്ങളുടേതായ ഒരു ജീവിതം നെയ്തെടുക്കാൻ കഴിയും. നമ്മൾ പറയില്ല ഒരു പടുത്തുയർത്താൻ കഴിയുന്നത്, അതേപോലെ നിങ്ങൾക്കായിട്ട് ഒരു സമയം കണ്ടെത്തുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. ജീവിതത്തിൽ നമുക്ക് പല 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 നഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും നമ്മൾ, പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. പക്ഷെ നമ്മൾക്കായിട്ടൊന്നും നമ്മൾ സമയം കണ്ടെത്താൻ ആ സമയത്ത് നമ്മൾ ശ്രമിക്കൂല. നമ്മളെ നഷ്ടങ്ങളെക്കുറിച്ചും നമ്മളെ വേവലാതിനെ കുറിച്ചും മാത്രം ചിന്തിക്കുക എന്നല്ലാതെ ചിന്തിച്ചിട്ട് പരിഹാരം ഉണ്ടായതൊന്നുമില്ല, പ്രവർത്തിച്ചിട്ട് പരിഹാരം ഉണ്ടായത് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റിച്ചിങ്ങിലൂടെ എനിക്കൊരു ഏണിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഏണിങ്സ് വരാനുള്ള എല്ലാ ടിപ്സും പറഞ്ഞിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നുണ്ട്. 1000 രൂപ മാത്രം അടച്ചാൽ 8 കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പാൻറ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക്, ഹാൻഡ് എംബ്രോയിഡറി, ഡിസൈനർ ഫ്രോക്ക്, അഡ്വാൻസ്ഡ് ബ്ലൗസിൻ്റെ ക്ലാസ്, അതേപോലെ കുർത്തി, വെസ്റ്റേൺ ലെഹങ്ക എല്ലാം മിക്സഡ് ആയിട്ടുള്ള 1000 രൂപക്ക് ഒരു വർഷം വരെ ഫ്രീ ആയി പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഏത് കോഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.